ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോസ്പൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അത് കുടുംബത്തിലാകാം, ശുശ്രൂഷയിലാകാം, ഭവനത്തിലാകാം, മറ്റ് സഹോദരങ്ങളാലാകാം. ഒത്തിരി ഏകാന്തതയും മരുഭൂമിയുടെ അവസ്ഥകളും ഒക്കെ അനുഭവിക്കുന്ന ചൂടേറിയ അനുഭവങ്ങൾ ആകാം. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറുവാനിടയായിത്തീരുന്നു. ഹോശേയ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമി എന്ന് പറയുന്നത് ഈ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മരുഭൂമി നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ഇടമാണ്. അല്ലെങ്കിൽ മരുഭൂമി എന്ന ഏകാന്തത ദൈവശബ്ദം കേൾക്കുന്ന ഇടം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചു വരുമ്പോൾ ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ടു പുറപ്പെട്ട് തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിപ്പാനിടയായി തീർന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തലമുറയ്ക്ക് വേണ്ടി ഒത്തിരി ദൈവത്തിനെ ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ അബ്രഹാമിൻ്റെ തുടക്ക സമയങ്ങളിൽ വാഗ്ദത്തം ഇല്ലാതെ, അല്ലെങ്കിൽ വാഗ്ദത്തം പൂർത്തീകരണത്തിലെത്താതെ അബ്രഹാം ഭാരപ്പെടുവാനിടയായി തീർന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അബ്രഹാം തൻ്റെ തലമുറയ്ക്ക് വേണ്ടി അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ദാസിയുടെ അടുക്കൽ ചെന്ന് ഒരു തലമുറയ്ക്ക് വേണ്ടി മിസ്രൈമെ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ അബ്രഹാം ഒരു തലമുറയ്ക്ക് വേണ്ടി ജനിക്കുവാൻ വേണ്ടി മിസ്രൈമെ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാനിടയായി തീർന്നു. എന്നാൽ അവളാൽ അബ്രഹാമിന് ഒരു മകനെ ലഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതൊത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ആ സാറ് തന്നെ അബ്രഹാമിനോട് പറയുവാനിടയായി തീർന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിന് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞ് തൻ്റെ മകനായ ഹാഗാറിനെ മരുഭൂമിയിലേക്ക് തള്ളിവിടുവാനിടയായി തീർന്നു. ആ മരുഭൂമിയിൽ അബ്രഹാം കൊടുത്ത അപ്പവും തുരുത്തിയും വെള്ളവും തീരുവാനിടയായി തീർന്നു. ആ മരുഭൂമിയിൽ, ബെർശേബ എന്ന മരുഭൂമിയിൽ ഹാഗാർ ഉഴന്ന് നടക്കുവാനിടയായി തീർന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഹാഗാർ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരു അൻപിൻപാട് ദൂരത്തിരുന്ന് വളരെ കരയുവാനിടയായി തീർന്നു. അപ്പം ആ മരുഭൂമി എന്ന ഏകാന്തത അബ്രഹാം കൈവിട്ടു, സാറ കൈവിട്ടു. ചൂടേറിയ അവസ്ഥ, നിരാശപ്പെടുന്ന അവസ്ഥ, ആരും സഹായമില്ലാതിരിക്കുന്ന ജീവിതത്തിലെ അവസ്ഥ. എന്നാൽ ആ അവസ്ഥയിൽ ആ അൻപിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുവാനിടയായി തീർന്നു, ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ഹാഗാറാണ് കരഞ്ഞതെങ്കിലും ബാലൻ്റെ ആവശ്യമായിരുന്നു ആ ബാലന് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ആ മരണത്തിൽ നിന്ന് ആ കുഞ്ഞിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആയതുകൊണ്ട് ഹാഗാർ ആ മരുഭൂമിയിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ ദൈവം ഹാഗാറിൻ്റെ നിലവിളി കേൾക്കുവാനിടയായി തീർന്നു, അല്ലെങ്കിൽ ആ പൈതലിൻ്റെ നിലവിളി കേൾക്കുവാനിടയായി തീർന്നു. അവിടെ ദൈവം ചോദിക്കുന്നു, ഭയപ്പെടേണ്ട ഹാഗാറെ, നിനക്കെന്താണ് പ്രശ്നം? നിൻ്റെ പ്രയാസം എന്താണ്? ബാലനായിരിക്കുന്ന ഇടത്ത് നിന്ന് തന്നെ ഹാഗാർ
ദൈവം അവൻ്റെ നിലവിളി കേൾക്കുവാനിടയായി തീർന്നു. ദൂതൻ ആകാശത്തുനിന്ന് ഹാഗാറെ എന്ന് വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? ഭയപ്പെടേണ്ട, നീ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് തന്നെ നിൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെയും വലിയൊരു ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിലെ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വില്ലാളിയായി തീർന്നു. ആ ബാലനെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. ഈ മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള മരുഭൂമിയുണ്ട്. ആരും സഹായിക്കുവാനില്ലാതെ, ആരും കരുതുവാനില്ലാതെ, ആരും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ നടുവിൽ എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് ചോദിക്കുവാനില്ലാതെ ജീവിതത്തിൽ മരുഭൂമി എന്ന ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കരഞ്ഞ ഹാഗാറിനു വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറന്നതുപോലെ ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിലെ ഏകാന്തത എന്ന മരുഭൂമിയുടെ അവസ്ഥയിൽ നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന, ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലെ, മരുഭൂമിയിലൂടെ വിഷമിച്ച് ഭാരപ്പെട്ട് തലമുറയോർത്ത്, കടഭാരങ്ങളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, മറ്റ് പലവിധമായ പ്രയാസങ്ങളെ ഓർത്ത്, ചൂടേറിയ അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പെടുത്തു വെക്കുമെന്നറിയാതെ ഭാരപ്പെടുന്ന ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ദൈവവചനത്തിലൂടെ പറയുന്നു, മരുഭൂമി ദൈവശബ്ദം കേൾക്കുന്ന ഇടമാണ്. മരുഭൂമി നിന്നെ തകർക്കുന്ന ഇടമല്ല, ദൈവശബ്ദം കേട്ട് നിന്നെ ബലത്തോടെ നടത്തുന്ന ഇടമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ചാരാം. ഞാൻ മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാം, ആ ദൈവത്തിൽ ചാരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനത്തിൽ കൂടെ നിങ്ങൾക്കൊരു ബലമായി, ആശ്വാസമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ